ആ ജയിലിൻ്റെ പേരിൽ നിന്നല്ല, ഒരു നായയിൽ നിന്നാണ് അയാൾ തുടങ്ങി വെക്കുന്നത്. അൽ ജസീറ മാധ്യമ പ്രവർത്തകനായ അവാദ് ജുമ ബോഡീസ് ഓഫ് എവിഡൻസ് ഇസ്രായേൽസ് ഡാർക്കസ്റ്റ് വെപ്പൺ എന്ന തൻ്റെ ഡോക്യുമെൻ്ററി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വർഷത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളിൽ ഒന്നാണിത്. ഇസ്രായേൽ പട്ടാളക്കാരിൽ നിന്നും ജയിൽ ഗാർഡുകളിൽ നിന്നും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ച് ഫലസ്തീൻ തടവുകാർ നൽകുന്ന വെളിപ്പെടുത്തലുകളാണ് പിന്നീട് നാം കാണുന്നത്. വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ചെങ്ങലക്കിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നതിനൊപ്പം നായ്ക്കളെ ഉപയോഗിച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് അവർ പറയുന്നു. പരസ്പരം ബന്ധമില്ലാത്ത പലരും ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഞെട്ടൽ. ഗസയിലെ ഇസ്രായേൽ അക്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് മുഹമ്മദ് സക്കി അൽ ബക്രി. 20 മാസത്തോളമാണ് അദ്ദേഹം തടവിൽ കഴിഞ്ഞത്. അതിനിടയിൽ 5 വ്യത്യസ്ത ജയിലുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റി. താനുൾപ്പെടെ 7 പേരെ കണ്ണുകെട്ടി നഗ്നരാക്കി നിർത്തി നായ്ക്കൾ അഴിച്ചുവിട്ടുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അൽ ജസീറയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ നായ്ക്കളെ നമ്മുടെ അടുത്തേക്ക് അഴിച്ചുവിടും, എന്നിട്ട് നമ്മളെ ചവിട്ടും, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം കണ്ട് അവർ ചിരിക്കും, മൊബൈലിൽ പകർത്തുകയും ചെയ്യും. ഇത് മുഹമ്മദിൻ്റെ മാത്രം അനുഭവമല്ല. 8 വ്യത്യസ്ത ഇസ്രായേൽ തടവറകളിലൂടെ കടന്നുപോയ ജോബ് എന്ന് മാത്രം വെളിപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തിയും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ കുപ്രസിദ്ധമായ സദേ തൈമാൻ എന്ന സൈനിക തടവറയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ആ നായ്ക്കൾക്ക് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പട്ടാളക്കാരുടെ കമാൻഡുകൾക്കനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. മൂന്നാമതൊരു ഗാസ നിവാസിയും സമാനമായ അതിക്രമം നേരിട്ടതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ഏതെങ്കിലും ഒരു ജയിലിൽ ഒറ്റപ്പെട്ട രീതിയിൽ നടന്ന സംഭവങ്ങളല്ല. പല ജയിലുകളിൽ പല പട്ടാളക്കാരിൽ നിന്നും പല വർഷങ്ങളിലായി ഇതേ കാര്യങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. 2023 ഹെബ്രോണിലെ അജ്ലൂനി കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് നായ്ക്കളുമായി ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം വീട്ടിലെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി നഗ്നരാക്കി നടത്തിച്ചതായി വിമൻ സെന്റർ ഫോർ ലീഗൽ എയ്ഡ് ആൻഡ് കൗൺസിലിംഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ക്രൂരതയുടെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 1967 മുതൽ ഇതുവരെ 7,50,000-ലധികം ഫലസ്തീനികൾ ഇസ്രായേൽ തടവറകളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. 1967 മുതൽ 2006 വരെയുള്ള കാലയളവിൽ മാത്രം ഇത് 8 ലക്ഷത്തിലധികമാണ്. UN കണക്കുകൾ പറയുന്നു. 2026 ഏപ്രിലിലെ അദമീർ അവകാശ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം 9,600 ഫലസ്തീൻ രാഷ്ട്രീയ തടവുകാരാണ് ഇപ്പോൾ ഇസ്രായേൽ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ 3,532 അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനിലാണ്. അതായത് യാതൊരു കുറ്റവും ചുമത്താതെയും വിചാരണ കൂടാതെയുമാണ് ഇവർ ജയിലിൽ കഴിയുന്നത്. ഇതിൽ 342 കുട്ടികളും 84 സ്ത്രീകളും ഉൾപ്പെടുന്നു. 2024 ഏപ്രിലിൽ തടവുകാരെ സന്ദർശിച്ച ഒരു ഇസ്രായേൽ അഭിഭാഷകൻ അവിടെ കണ്ട കാഴ്ചകളെ കുറിച്ച് വിവരിച്ചത് വളരെ ഞെട്ടലോടെയാണ്. ഞാനിവിടെ കണ്ടത് കുറേ അസ്ഥികൂടങ്ങളെയാണ്. ഹോളോകോസ്റ്റ് സിനിമകളിലെ തടവുകാരെ പോലെയാണ് അവരെല്ലാവരും തോന്നിപ്പിച്ചത്. ദിവസം വെറും 800 കലോറി ഭക്ഷണം മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഒരു മനുഷ്യന് ജീവൻ നിലനിർത്താൻ ഐക്യരാഷ്ട്രസഭ നിഷ്കർഷിക്കുന്ന കുറഞ്ഞ കാലറി 2100 ആണെന്ന് ഓർക്കണം. ഇതൊരിക്കലും അൽ ജസീറയുടെ മാത്രം കണ്ടെത്തലല്ല. സംഘർഷ മേഖലകളിലെ ലൈംഗിക അതിക്രമങ്ങളുടെ പേരിൽ 2025 ഓഗസ്റ്റിൽ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിന് ഔദ്യോഗികമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒടുവിൽ 2026 മെയ് മാസത്തിൽ UN കരിമ്പട്ടികയിൽ ഇസ്രായേൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ സേന ആസൂത്രിതമായി നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ തെളിവുകൾ 2025 മാർച്ചിലെ UN റിപ്പോർട്ടുകളിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഫലസ്തീനികളെ ആക്രമിക്കാനും ലൈംഗികമായി പീഡിപ്പിക്കാനും മൃഗങ്ങളെയും നായ്ക്കളെയും ഇസ്രായേൽ കാലങ്ങളായി ഉപയോഗിക്കുന്നുണ്ടെന്ന് UN സ്പെഷ്യൽ റിപ്പോർട്ട് ഫ്രാൻസെസ്ക അൽബാനീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സദേ തൈമാൻ തടവറയിൽ ഫലസ്തീൻ തടവുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് 5 ഇസ്രായേൽ സൈനികർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ 2026 മാർച്ചിൽ ഇസ്രായേൽ അധികൃതർ ഈ കേസുകളെയെല്ലാം പിൻവലിച്ചു. ഇന്നുവരെ ഒരു ഫലസ്തീൻ തടവുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു ഇസ്രായേൽ സൈനികനോ ഗാർഡോ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത്തരം ആരോപണങ്ങളെല്ലാം ഇസ്രായേൽ സർക്കാർ പാടെ തള്ളിക്കളയുകയാണ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കർശനമായ മേൽനോട്ടത്തിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രിസൺ സർവീസ് അവകാശപ്പെടുന്നു. പ്രതികളുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെയാണ് വരേണ്ടതെന്നാണ് അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡറായ യൊഹിയൻ ലെറ്ററുടെ വാദം. എന്നാൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശങ്ങൾ പോലും ചോദ്യം ചെയ്ത് ഇരകളുടെ ശബ്ദം ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ അധികൃതർ പലപ്പോഴും ശ്രമിക്കുന്നത്. ഇതിലെ ഏറ്റവും ഭയാനകമായ വസ്തുത എന്തെന്നാൽ ഈ ക്രൂരതകൾക്കൊന്നും ആരും ഉത്തരം പറയേണ്ടി വരുന്നില്ല എന്നതാണ്. ഇസ്രായേൽ സൈന്യം, ഷീൻ ബജറ്റ് എന്ന ഇന്റലിജൻസ് വിഭാഗം, പോലീസ്, പ്രോസിക്യൂഷൻ, ജയിൽ വകുപ്പ് എന്നിങ്ങനെ 5 വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങളിലൂടെയാണ് തടവുകാർ കടന്നുപോകുന്നത്. മനുഷ്യാവകാശ അഭിഭാഷകനായ രാജി സവറാനി ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ കുറ്റകൃത്യങ്ങളുണ്ട്, തെളിവുകളുണ്ട്, ഇതിനു പിന്നിലെ അധികാര ശൃംഖലകളും വ്യക്തമാണ്. പക്ഷേ ഇതിനൊന്നും ഉത്തരം പറയാൻ ഒരു വിഭാഗവും ബാധ്യസ്ഥരല്ല. 2023 ഒക്ടോബർ മുതൽ തടവറകൾ സന്ദർശിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്കും റെഡ് ക്രോസിനും ഇസ്രായേൽ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും
അത് പരിശോധിക്കേണ്ടവരെ അവർ പുറത്തു നിർത്തുകയാണ്. ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ പോലെയുള്ള ഫലസ്തീൻ സംഘടനകൾ ഈ ക്രൂരതയെ രേഖപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അന്വേഷണം നടത്തുന്നതിനു പകരം അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും അവരെ ഭീകര സംഘടനയാക്കി മുദ്രകുത്തുകയുമാണ് ഇസ്രായേൽ ചെയ്തത്. നിഷേധിക്കുക, തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നവരെ ഇല്ലാതാക്കുക, കേസുകൾ ഒഴിവാക്കുക, ഇതാണ് അവിടെ നടക്കുന്നത്. കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണിത്. ഡോക്യുമെന്ററിയുടെ അവസാന ഭാഗത്ത് തനിക്ക് നേരിട്ട ക്രൂരതകൾ വിവരിക്കുന്നത് നിർത്തിക്കൊണ്ട് ഒരു അതിജീവിതൻ ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? ഈ ലോകം എവിടെ പോയി? ഈ കഥയുടെ കാതൽ ആ ചോദ്യമാണ്. ആ മതിലുകൾക്കുള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് മാത്രമല്ല, എത്ര കാലമായി ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു ഈ ലോകം എന്നതുകൂടിയാണ് ഈ ഡോക്യുമെന്ററി ചോദിച്ചു വെക്കുന്നത്.